ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കടല ടോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 കപ്പ് കടലയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ആദ്യം തന്നെ ഈ കടലയൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് കഴുകി വരവെച്ചിട്ടുള്ള കടലയാണ്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞാൽ കടല ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പം നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഉണ്ടോ, കടല ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം അത് കണ്ടോ, നന്നായിട്ട് കടല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഞാൻ. ഇതിൻ്റെ തോടൊന്നും കളഞ്ഞിട്ടില്ല. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് പൊടിഞ്ഞ് വരണ്ട, കുറേശ്ശെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ചിലത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കൊരു നല്ല കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവും കേട്ടോ. ചെറിയ തീയിൽ നമ്മളിതൊന്ന് കാരമലൈസ് ചെയ്ത് വെക്കണം. കണ്ടോ, ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി നേരം വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു നൂൽ പരുവത്തിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് വറ്റി വരണം. ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കയ്യിലൊന്ന് പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നൂലിൻ്റെ പോലെ ഇങ്ങനെ ഒട്ടി വരും. അപ്പോൾ അതാണ് നൂൽപ്പരുവം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഇതുണ്ടോ, നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു നൂലിൻ്റെ പോലെ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് കട്ടിയാവണം കേട്ടോ. എന്നാൽ അധികം കട്ടയാവാനും പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി കുറച്ചൊന്ന് വെള്ളം വറ്റി വരണം. ഈ സമയം നമുക്കൊരു മോൾഡ് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ കടല നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കടലയും പഞ്ചസാരയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ്ചർ കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മോൾഡിലേക്ക് മാറ്റാം. ഈ പരുവത്തിൽ തന്നെ മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ റെഡിയായി കിട്ടില്ല. അതായത് ഇതാണ് പരുവം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഞാനിതൊന്നും കൂടി ഇട്ട് കുറുക്കിട്ടോ, അതുകൊണ്ട് തന്നെ വേറൊരു ഷേപ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാ ഇത് കുറച്ച് കൂടിപ്പോയി ഇതിൻ്റെ കട്ടി. നിങ്ങളിങ്ങനെ ചെയ്യേണ്ട, കുറച്ചും കൂടി ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് തന്നെ എടുക്കാം. അപ്പോൾ അതാ കണ്ടോ, പാത്രത്തിലേക്ക് ഞാൻ നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട്. നെയ്യോ സൺഫ്ലവർ ഓയിലോ പരട്ടി വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒന്ന്
ഒഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം നേരത്തെ അതേ പാകമാണെങ്കിൽ നല്ല ഒരു ഇതായിട്ട് കിട്ടിയായിരുന്നു. ഇതും കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ആദ്യം കണ്ട ഫോട്ടോയിലത്തെ ആ ഒരു ഇത് കിട്ടിയില്ല എന്ന് മാത്രം. ഇനി ഇതൊന്ന് ഇപ്പം തന്നെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ കത്തി കൊണ്ട്. ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതെനിക്ക് അധികം തണുക്കാനൊന്നും വെക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും കുട്ടികൾ വേഗം എടുത്തു തരാൻ പറഞ്ഞിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ഇതിന്. വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിതിപ്പോൾ തന്നെ കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കടല ടോഫിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് വേണമെങ്കിൽ തോല് കളഞ്ഞിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇതാ നല്ലൊരു അടിപൊളി കടല ടോഫി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റൊക്കെ വേണ്ടുള്ളൂ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട്, സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. സിമ്പിളായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു.